കഴിഞ്ഞ ദിവസം 10 ബന്ദികളെ വിട്ടയക്കാം എന്നാണ് ഹമാസ് സമ്മതിച്ചത്. ശരിക്കും ഈ ബന്ദികൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ആർക്കറിയാം. നേരത്തെ ഇവർ ബന്ദികളെ മോചിപ്പിക്കുന്ന സമയത്ത് അവരുടെ ചിത്രങ്ങളും പേര് വിവരങ്ങളും ഒക്കെ തന്നെ അയച്ചു കൊടുത്തിരുന്നു. പക്ഷേ മോചിപ്പിക്കാൻ സമയത്താണ് അവർക്ക് മനസ്സിലായത് പലരും ജീവിച്ചിരിപ്പില്ല എന്ന്. ഒരുപക്ഷെ ഈ ചർച്ചകളിൽ ഹമാസ് ഇത്തരത്തിലുള്ള ഒരു പിടിവാശി കാണിക്കുന്നത് ഒത്തുതീർപ്പായാൽ അവർ ബന്ദികളെ വിട്ടയക്കേണ്ടി വരും. ബന്ദികളെ വിട്ടയക്കാൻ ഈ ബന്ദികളിൽ എത്ര പേർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ആർക്കറിയാം എന്നൊരു ചോദ്യം അവിടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹമാസ് ലോകത്തിന് മുന്നിൽ തന്നെ പ്രതിക്കൂട്ടിൽ വീണ്ടും നിൽക്കേണ്ടി വരും. കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലെത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ളവരുമായി വിശദമായ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ചർച്ചകൾക്കായി ഇസ്രായേൽ പ്രതികൾ അയച്ചത്. പക്ഷേ അപ്പോഴും ഹമാസ് പറയുന്നൊരു പരാതി ഇസ്രായേൽ അയച്ചത് അവിടുത്തെ ഏറ്റവും മുതിർന്ന ആളുകളല്ല, അല്ലെങ്കിൽ മന്ത്രിമാരെയല്ല, ഉദ്യോഗസ്ഥന്മാരെയാണെന്നൊക്കെ അവർ പരാതിപ്പെട്ടിരുന്നു. എങ്കിൽ പോലും സർക്കാരിൻ്റെ സന്ദേശങ്ങൾ ചർച്ചകൾ കൈമാറാൻ അവർക്ക് കഴിഞ്ഞുവെങ്കിലും എല്ലാ കാര്യങ്ങളെയും മുൻവിധിയോടുകൂടി കാണുന്ന ഹമാസ് എല്ലാം തള്ളിക്കളയുന്ന ഒരവസ്ഥയാണ് സൃഷ്ടിച്ചത്. ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ ഇത് വിജയിപ്പിക്കണമെന്നോ സമാധാനം കൈവരുത്തണമെന്നോ യാതൊരു തരത്തിലും അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇവിടെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഫലസ്തീൻ പ്രതികൾ തന്നെ പറയുന്നു ഈ ചർച്ച ഇനി അങ്ങോട്ട് നടക്കുകയില്ല. അതിൻ്റെ അർത്ഥം തങ്ങൾക്ക് ഇത് ഒത്തുതീർപ്പാക്കാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ്. BBC ഉൾപ്പെടെയുള്ള വിദേശ മാധ്യമങ്ങളോട് ഇന്ന് ഫലസ്തീൻ പ്രതിനിധികൾ പറഞ്ഞത് ഈ ചർച്ച പൊളിയാൻ പോവുകയാണ്, ഇനി ഒന്നും അങ്ങോട്ട് നടക്കുകയില്ല എന്നാണ്. അതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ചർച്ച വിജയിക്കാൻ ഹമാസ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. സാധാരണഗതിയിൽ ഒരു ചർച്ച നടക്കുമ്പോൾ പരാജയപ്പെട്ടവർ കൂടുതൽ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയും വിജയിച്ചവർ അവരുടെ പിടിവാശികൾ നിൽക്കുകയും ചെയ്യുന്നതാണ് കാണാറുള്ളത്. ഇവിടെ ഹമാസിനെ ഇപ്പോൾ ഏതാണ്ട് തീർത്ത് വച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ എങ്ങനെയെങ്കിലും ഇത് തല ഊരണം എന്നല്ല, ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കാനാണ് ഹമാസ് ശ്രമിക്കുന്നത് എന്ന് 100% ഉറപ്പാണ്. അത് ഒരു പക്ഷേ ഈ ബന്ദികളുടെ കാര്യത്തിലുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഭീഷണി മുൻനിർത്തി തന്നെയായിരിക്കാം ഇത്തരത്തിലുള്ള നിലപാട് അവർ സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഹമാസിൻ്റെ പ്രധാനപ്പെട്ട ഏതാണ്ട് 90% വരെ നേതാക്കളും കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ആരാണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല.